ഈശോയിൽ സ്നേഹമുള്ളവരെ, ജപമാല മാസം 19-ാം ദിവസത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് സ്നേഹത്തിന് ഏറ്റവും യോഗ്യയായ മാതാവേ എന്നുള്ള പ്രാർത്ഥനയെക്കുറിച്ചാണ്. മദർ മോസ്റ്റ് അമേയബിൾ. എന്തുകൊണ്ടാണ് മറിയത്തെ സ്നേഹത്തിന് ഏറ്റവും യോഗ്യയായ മാതാവേ എന്ന് വിളിക്കുന്നത്? മറിയത്തിൽ പ്രതിഫലിക്കുന്നത് ഓരോ മനുഷ്യനോടുമുള്ള ആഴമായ സ്നേഹവും കരുണയുമാണ്. ഒരു അമ്മയ്ക്ക് തൻ്റെ കുഞ്ഞിനോട് കാണിക്കാവുന്ന സ്നേഹത്തേക്കാൾ വലുതാണ് മറിയം നമ്മോട് ഓരോരുത്തരോടും കാണിക്കുന്ന സ്നേഹം. മറിയത്തിൻ്റെ സ്നേഹം അത് ദൈവത്തിൻ്റെ തന്നെ ആർദ്രതയും കാരുണ്യവും പ്രതിഫലിപ്പിക്കുന്നതാണ്. അവളെ സ്നേഹത്തിന് ഏറ്റവും യോഗ്യയായ മാതാവേ എന്ന് വിളിക്കുന്നത് വളരെ അർത്ഥവത്താണ്. പരിശുദ്ധവും നിസ്വാർത്ഥവും നിരുപാധികവുമായ സ്നേഹത്തോടെയാണ് മറിയം ഒരമ്മയെപ്പോലെ നമ്മെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നത്. ദൈവമായിട്ടുള്ള മറിയത്തിൻ്റെ ഉറ്റ ഐക്യത്തിലൂടെയാണ് ഈ സ്നേഹം, ഈ സൗഹൃദം ഉടലെടുക്കുന്നത്. മറിയത്തിൻ്റെ സ്നേഹം അത് മറിയത്തിൻ്റെ സൃഷ്ടിയല്ല. വാസ്തവത്തിൽ അത് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പൂർണ്ണമായ പ്രതിഫലനമാണ്. ദൈവം സ്നേഹിക്കുന്നത് പോലെ എന്ന് നമ്മൾ പറയാറുണ്ട്. ദൈവം സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ മറിയത്തെക്കുറിച്ച് പറയുമ്പോൾ അത് പൂർണ്ണമാണ്. ദൈവം സ്നേഹിക്കുന്നത് പോലെ എന്നതിൻ്റെ യഥാർത്ഥ അർത്ഥം അത് മറിയത്തിൽ നമുക്ക് കാണാൻ കഴിയും. മറിയം സ്നേഹത്തിൻ്റെ മാതൃകയാണ്. ഒരമ്മയുടെ ചില പ്രത്യേകതകൾ, സ്വഭാവ സവിശേഷതകൾ നമ്മളൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. സ്നേഹമുള്ളവർ, ഒരമ്മയുടെ സ്വഭാവത്തിലെ ഏറ്റവും വലിയ സ്വഭാവ ഗുണമാണ് അമ്മയുടെ സ്നേഹം എന്ന് പറയുന്നത്. നമ്മുടെ എല്ലാവരുടെയും അമ്മയാണ് പരിശുദ്ധ അമ്മ. നമ്മുടെ സന്തോഷത്തിലും ദുഃഖത്തിലും അവൾ നമ്മോടൊപ്പമുണ്ട്. അവൾ പരിശുദ്ധ അമ്മയുടെ സ്നേഹം, അത് എല്ലാ അമ്മമാർക്കും സ്നേഹമുണ്ട്. ഒരമ്മയുടെ സ്വഭാവത്തിലെ വലിയൊരു ഗുണമാണ് അത് മറിയത്തിൽ വളരെ അധികമായിട്ട് നമ്മൾ കാണുന്നു. രണ്ടാമതായിട്ട്, ഒരമ്മയുടെ പ്രത്യേകതയാണ് മക്കളുടെ ആവശ്യങ്ങൾ ശ്രദ്ധിക്കുക, അവരുടെ ആവശ്യങ്ങളിൽ സഹായിക്കുക, നേടിക്കൊടുക്കുക എന്നുള്ളത്. മറിയം കാനായിലെ വിവാഹ വിരുന്നിൽ അതല്ലേ ചെയ്തത്? ആ കുടുംബത്തിൻ്റെ ആവശ്യം മറിയം ശ്രദ്ധിച്ചു. തൻ്റെ മകൻ്റെ അരികിൽ ചെന്ന് പറഞ്ഞു, അവരുടെ ആവശ്യത്തിൽ സഹായിച്ചു. അങ്ങനെ അവിടെ ഈശോ തനിക്ക് അത്ഭുതം പ്രവർത്തിക്കാൻ സമയമായിട്ടില്ലെങ്കിൽ പോലും ഈശോ അവിടെ അത്ഭുതം പ്രവർത്തിക്കുമ്പോൾ ഒരമ്മയുടെ ആ ശ്രദ്ധയാണ്, മക്കളുടെ ആവശ്യങ്ങളിലുള്ള ശ്രദ്ധയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. മൂന്നാമതായിട്ട്, ഒരമ്മയുടെ പ്രത്യേകതയാണ് ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലും ദുഃഖങ്ങളിലും ഒരമ്മ എപ്പോഴും മക്കളോടൊപ്പം നിൽക്കും. യേശുവിൻ്റെ കുരിശിൻ ചുവട്ടിൽ അവിടെ നടക്കുന്ന എല്ലാ സംഭവങ്ങൾക്കും സാക്ഷിയായി, മൂകസാക്ഷിയായി നിൽക്കുന്ന പരിശുദ്ധ അമ്മ തീർച്ചയായിട്ടും ഈശോയെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ആശ്വാസമായിരുന്നു. അമ്മയുടെ സാന്നിധ്യം, അമ്മ അവിടെ മറ്റെല്ലാവരും ഭയന്നോടിയിട്ടും അമ്മ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അതെ, ഒരമ്മയുടെ വലിയ പ്രത്യേകതയാണ് മക്കളുടെ പ്രതിസന്ധികളിലും ദുഃഖങ്ങളിലും അവരോടൊപ്പം നിൽക്കുക എന്നുള്ളത്. നാലാമതായിട്ട്, ഒരമ്മയുടെ പ്രത്യേകതയാണ് ഒരമ്മ മക്കളുടെ എല്ലാ തെറ്റുകളും നിരുപാധികം ക്ഷമിക്കാൻ തയ്യാറാകുന്നവളാണ് പരിശുദ്ധ അമ്മ. നമ്മൾ ഈ ലോകത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ പരിശുദ്ധ അമ്മ എത്ര വലിയ കഠിന പാപികളെയാണെങ്കിലും സ്നേഹം കൊണ്ട് നിറച്ച് അനുതാപത്തിലേക്ക് നയിച്ച് മാനസാന്തരത്തിലേക്ക് കൊണ്ടുവന്ന് ഈശോയുടെ അരികിലേക്ക് എത്തിച്ച് അവരൊക്കെ രക്ഷിക്കുവാൻ പരിശുദ്ധ അമ്മ പരിശ്രമിക്കുന്നു. എത്ര വലിയ നിരൂശ്വരന്മാരെയും കഠിന പാപികളെയൊക്കെ പരിശുദ്ധ അമ്മ ക്ഷമിച്ച് അവരെ അനുതാപത്തിലേക്ക് നയിച്ച് മാനസാന്തരപ്പെടുത്തി മകൻ്റെ അരികിലേക്ക് എത്തിച്ച് അങ്ങനെ രക്ഷയിലേക്ക് ആനയിക്കുന്നു. അടുത്തായിട്ട്, ഒരു അമ്മയുടെ പ്രത്യേകതയാണ് ജീവിതത്തിൻ്റെ ഇരുൾ നിറഞ്ഞ നിമിഷങ്ങളിൽ ചിലപ്പോൾ നമ്മുടെ പ്രത്യാശയൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോകാം. ചിലപ്പോഴൊക്കെ ചില കുടുംബങ്ങളിലൊക്കെ ചിലപ്പോൾ ചില മക്കൾ ആത്മഹത്യ ചിന്തയുമായിട്ട് നിരാശ കൊണ്ടൊക്കെ നിൽക്കുമ്പോൾ, ഒന്നും ചെയ്യാൻ കഴിയാതെ എല്ലാ വാതിലും അടഞ്ഞു എന്ന് പറഞ്ഞൊക്കെ ജീവിക്കുമ്പോൾ അവരുടെ അമ്മമാർ അവരെ പ്രോത്സാഹിപ്പിക്കുന്നത് കാണാം. അവരെ പ്രത്യാശ നൽകി അവരെ പുറത്തേക്ക് ഇറക്കുന്നത് കാണാം. ഇതുപോലെ തന്നെയാണ് പരിശുദ്ധ അമ്മ ജീവിതത്തിൽ ഇരുൾ നിറഞ്ഞ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, ചില മാരക രോഗങ്ങൾ മൂലം, വലിയ സാമ്പത്തിക പ്രതിസന്ധികൾ മൂലം, ജോലി നഷ്ടപ്പെട്ട അവസ്ഥ മൂലം, ദാമ്പത്യ ജീവിതത്തിലെ തകർച്ചകൾ മൂലം, അതല്ലെങ്കിൽ വ്യക്തിപരമായ ജീവിതത്തിലെ ചില ദുശീലങ്ങളും അഡിക്ഷൻസും മൂലം, വിഷാദം മൂലം ഒക്കെ നമ്മൾ ഇരുൾ നിറഞ്ഞ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ, പ്രത്യാശ നഷ്ടപ്പെടുമ്പോൾ പ്രത്യാശ പകർന്നു തരുന്നവളാണ് പരിശുദ്ധ അമ്മ. മക്കളുടെ ജീവിതത്തിൽ
പലരും നഷ്ടധൈര്യരായി എല്ലാ വഴികളും അടഞ്ഞുവെന്ന് ചിന്തിച്ച് ദുഃഖിതരായി ഒന്നിലും താല്പര്യമില്ലാതെ ജീവിക്കുമ്പോൾ പല കുടുംബങ്ങളിലും ആ മക്കളെ വീണ്ടും ഉണർത്തി അവരെ നല്ല കാര്യങ്ങൾക്കായിട്ട് പറഞ്ഞയക്കുന്നത് പലപ്പോഴും അമ്മമാരാണ്. മറിയം, സ്വർഗത്തിലെ അമ്മ, തൻ്റെ മകനിൽ വിശ്വസിക്കുന്ന, തന്നിൽ ആശ്രയിക്കുന്ന ഏതൊരു മകൻ്റെയും മകളുടെയും ഇരുൾ നിറഞ്ഞ നിമിഷങ്ങളിൽ അവർക്ക് പ്രത്യാശ പകർന്നുകൊണ്ട് അവരുടെ കൂടെ ഉണ്ടാകും. സ്നേഹമുള്ളവരെ, ജപമാല മാസത്തിൽ സ്നേഹത്തിന് ഏറ്റവും യോഗ്യയായ മാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മ ഏറ്റവും സ്നേഹനിധിയായ അമ്മയാണ് എന്നുള്ള ആ വലിയ സത്യം നമുക്ക് തിരിച്ചറിയാം. ആ വലിയ ബോധ്യത്തോടുകൂടെ നമുക്ക് ലുത്തിനിയ പ്രാർത്ഥന പ്രാർത്ഥിക്കുവാൻ കഴിയട്ടെ. പരിശുദ്ധ ജപമാല രാജ്ഞിയുടെ അനുഗ്രഹം എല്ലാവർക്കും ആശംസിക്കുന്നു. ഈശോ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.